ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കുറെ അധികം പണം കിട്ടിയിട്ടുണ്ട്. ഈ പണം എവിടുന്ന കിട്ടിയെന്നുള്ള കഥയായിട്ടെന്ന് ഞങ്ങള് പറയാൻ പോണേ. വൈകുന്നേരം വീട്ടില് ബോറടിച്ചിരുന്നപ്പോ ഒന്നും നോക്കിയില്ല, നമ്മള് പഴനി പള്ളിക്ക് വണ്ടി എടുത്തിട്ട് ഒറ്റ വിടല. ഇന്നവിടെ വഴിപാട് മേളം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാട്ടോ നമ്മളവിടെ എത്തിയപ്പോ തന്നെ നമ്മൾ അറിയണ ടീമാട്ടോ അവിടെ കൊട്ടണത്. ഇതാണ് നമ്മുടെ ആശാൻ. ആശാന്റെ കൊട്ട് കണ്ടിട്ട് നമ്മളിവിടുന്ന് പോവുള്ളൂന്ന് തീരുമാനിച്ചുട്ടാ. നമ്മളവിടെ എത്തിയപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ. നമുക്കാണെങ്കിൽ പരിപാടി അടുത്തുനിന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ബസ്സുകാരെ പോലെ നമ്മളും അങ്ങോട്ട് കുത്തി കയറി നിന്നുട്ടാ. കുറച്ചേരം നിങ്ങൾ വരെ കൊട്ട് കണ്ടോക്കിയ എന്ത് വരെ കൊട്ടല്ലേ. അങ്ങനെ ഈ ടീമിന്റെ കൊട്ടും കഴിഞ്ഞ് ഇവരോട് നമ്മൾ ബായ് പറഞ്ഞു കേട്ടാ. അടുത്ത കൊട്ടിനായിട്ടുള്ള ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഇവരുടെ താണ്ടവാണ് കേട്ടാ കാണാൻ പോണേ. അങ്ങനെ ഈ ടീമിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇവരോടും നമ്മൾ ബായ് പറഞ്ഞു കേട്ടാ. അപ്പോഴാണ് നമ്മൾ അടുത്ത് നിന്നിരുന്ന ഈ ഉണ്ണിനെ ശ്രദ്ധിച്ചതിട്ടാ. ഈ ഉണ്ണിയാണെങ്കിൽ ഇതും തൊട്ടും തലോടേക്ക് നിന്നിരുന്നു. ഇവര് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. ഇനി നമ്മുടെ ആശാന്റെ ടീമിന്റെ കൊട്ടാണ് കേട്ടാ. ഇവരാണ് ഇവിടെ ലാസ്റ്റ് കൊട്ടണത്. ആശാനാണെങ്കിൽ കഴുത്തിൽ നോട്ടുമാലയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നിൽക്കണു. ആശാന്റെ ടീമിന്റെ കൊട്ട് കേട്ടിട്ട് ഈ ചേട്ടനും ഞാനും ഓണായിട്ടുണ്ട് കേട്ടാ. നമ്മുടെ പിള്ളേരെ പരിപാടി ഒന്ന് കണ്ടോക്കിയ നിങ്ങള്. അങ്ങനെ ഈ മൂന്ന് ടീമിന്റെ പരിപാടി കേട്ടിട്ട് നമ്മുടെ ചെവി പോയി തോന്നണേട്ടാ. ടോണി ബായ് ആണെങ്കിൽ ഇതേ രക്ഷയില്ലാത്ത കൊട്ടാട്ട കൊട്ടണത്. ഈ കൊട്ട് കണ്ടിട്ട് നമ്മുടെ ആശാൻ ടോണിക്ക് നോട്ടുമാല ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ നമ്മൾ പഴനി പള്ളിയോട് താൽക്കാലികമായി വിട പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബായ്.